ഹായ് ഗേസ് യു ഗേസ് വെച്ചിങ്ങനെ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജിഗർ താണ്ട ഡബിൾ എക്സ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടു. എൻ്റെ മോനെ എടോ ഭയങ്കര കിടില്. ഇത് സത്യം പറഞ്ഞാൽ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റേ ബാൻഡാർ എന്ന് പറഞ്ഞിട്ടുള്ള ബാന്താർ ആ പടം ഞാൻ കണ്ട്. ആ പടം കണ്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എൻ്റെ പൈസ പോയി. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇട്ടതിൽ മറ്റേ വീഡിയോ ഇട്ടതിൽ ഒരു കുഴപ്പവും പറ്റിയില്ല. ഷോർട്സ് ഇട്ടതിൽ ചെറിയൊരു പണി കിട്ടി, ഒരു സ്ട്രൈക്കൊക്കെ കിട്ടി. എന്താ അറിയില്ല, നമ്മളെ പൈസ കളഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നമ്മളഭിപ്രായം പറഞ്ഞതിന്, അതായത് കാണണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത് പറഞ്ഞാൽ അത്ര ഒരു സുഖമുള്ള കാര്യമല്ല. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുവിധം യൂട്യൂബിൽ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സംതിങ് ഫിഷ് നിങ്ങൾക്ക് കാണാം ആ ഒരു പടത്തിന്. പക്ഷേ കണ്ടിട്ട് ഞാൻ ചടച്ചിങ്ങനെ ഡാഷ് അടിച്ച് കുത്തിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരാളെ വീഡിയോ കണ്ടിട്ട്, മറ്റേ റീലോഡ് മീഡിയ മൂപ്പരെ വീഡിയോ കണ്ടിട്ട് ജിഗർ താണ്ട അടിപൊളിയാണ്, മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും കാണണമെന്നാണ്. ആ സാധനം പോയി അങ്ങനെയാണ് കാണുന്നത്. അത് രാത്രി ഞാൻ വേഗം ടിക്കറ്റൊക്കെ എടുത്ത്, എനിക്കിങ്ങനെ ഒരു സെറ്റാവണില്ലേ മൈൻഡ്. അപ്പോൾ ഞാൻ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് സാധനം പോയി കണ്ടേ. എൻ്റെ മോനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഭയങ്കര കിട്ടില്ല, ഇങ്ങനെ രോമാഞ്ചവും വിസിൽ വിളിയും അങ്ങനത്തെ കിട്ടിയില്ല സീനൊക്കെ. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് ചെങ്ങ എന്തൊക്കെയാണ് പറയണമെന്ന്. പിന്നെ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര കിട്ടില്ല പടം. ഡയറക്റ്റ് ചെയ്ത് റൈറ്റ് ചെയ്തതും കാർത്തിക് സുബരാജ് മൂപ്പരാണ്. പേട്ടയും മറ്റേ മഹാനൊക്കെ ചെയ്ത, അപ്പോൾ ആ ഒരു ടച്ച് ഇതിലും ഉണ്ട്. എൻ്റെ മോനെ ഭയങ്കര കിട്ടലാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച് ലോറൻസ്, പിന്നെ SJ, എൻ്റെ മോനെ ലോറൻസ് SJ ഭയങ്കര കിടലാണ്. പക്ഷേ ലോറൻസ് ഇത്ര കിടലാണ് ഞാൻ വിചാരിച്ചില്ല. കാഞ്ചനയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊരു ഫണ്ണായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ 2 ഒക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ബാഡായിട്ട് തോന്നി, പിന്നൊന്നും കാണാൻ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിലുണ്ടല്ലോ ലോറൻസിൻ്റെ കൈകാര്യം വേറെ ലെവൽ. ഏതാ ചെങ്ങായിസ്റ്റിയ ഒരു സീനൊക്കെ ഉണ്ട് മോനെ. ഇവൻ്റെ ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര കിടില ഇൻട്രോ ഒക്കെ. ഓ, അതിൽ ഒരു ഇങ്ങനെ അങ്ങനത്തെ അല്ല, ആ ഒരു ടൈപ്പ്. മറ്റേ ആ മ്യൂസിക്കിൻ്റെ പേരെന്തായിരുന്നു, 1000 പോക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം. ഈ സാധനം ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങോട്ട് കയറും ചെയ്യും. എന്നിട്ട് ഇവൻ്റെ ഒരു കിട്ടിയില്ല സാധനം. ഏറ്റവും മോനെ ഇത് നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട ഒരു സാധനമാണ്. ഭയങ്കര ഊപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടിയില്ല സീന്. എൻ്റെ മോനെ അങ്ങനെ ഭയങ്കര റഷായിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് നമുക്ക് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞ് വേറെ രീതിയിൽ സ്റ്റോറി വരും. ഇതെന്ന് പറയുന്നത് പണ്ടത്തെ ജിഗർ താണ്ടൻ്റെ ആ ഒരു തന്നെ, അതായത് ഒരു ഗാങ്സ്റ്ററിൻ്റെ ഇടയിൽ ഷൂട്ടിങ് ആ ഒരു ബേസായിട്ടൊക്കെ വരുന്ന ആ ഒരു സംഭവം തന്നെ. പക്ഷേ അതിലുള്ള പോലെ തന്നെ ഇതിൽ ഭയങ്കര കിടിലൊരു മെസ്സേജ് തരുന്നുണ്ട്. ഒരു സീനുണ്ട്, ഒരു തോക്കും ഇങ്ങോട്ട് ചൂണ്ടും, അതേപോലെ ക്യാമറ ചൂണ്ടും. രണ്ടും ഒരു കിടിലം വെപ്പണാണ്. ഒരാൾക്ക് നേരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിടിലം വെപ്പണാണ്. യെസ്, ഈ ഒരു ക്യാമറയാണെങ്കിൽ പോലും നമുക്കൊരാൾക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെപ്പണാണ്. അങ്ങനെ ഒരു കിടിലം മെസ്സേജ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈവൻ എൻഡിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കിടിലനൊരു, അത് ഭയങ്കര ഇമോഷണൽ സീനാട്ടോ ലാസ്റ്റിലേക്കൊക്കെ. എന്നിട്ട് അവിടെ നമുക്ക് കൈയടിക്കാനൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു കിടിലൻ സീനൊക്കെ ആയിട്ട് വരുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡയറക്ഷൻ്റെ ഒരു കട്ട ഗുണമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് പോയത്, ആരും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ വേറെ വാവയ്ക്ക് എന്തോ പണിയുണ്ട്, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ടും എൻ്റെ മോനെ ഭയങ്കര കിടിലായിട്ട് തോന്നി. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ കുറേ മലയാളി ആക്ടേഴ്സ് ഉണ്ട്. ഷൈൻ ടോം ചാക്കോക്കെ ഉണ്ട്. ആളുടെ ഡബ്ബിങ് കൊടുത്തപ്പോൾ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല. കാരണം നമ്മൾ കേൾക്കുന്ന അതല്ല അവിടെ കുറച്ചും കൂടി വേറൊരു ടൈപ്പൊക്കെയാണ്. പിന്നെ അതല്ലാതെ കുറേ മലയാളീസ് ഉണ്ട്, ഇഷ്ടംമാതിരി. ഞാൻ അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ വേളുണ്ടോ, ഇവനുണ്ടോ, ഇവനുണ്ടോ, അങ്ങനെ നമ്മൾ ഇങ്ങനെ മലയാളം മൂവീസിൽ കണ്ട ഒത്തിരി മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും കിടിലൻ പടത്തിൽ ഇവരൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. പിന്നെ ഇതിൻ്റെ മേക്കിങ് കിടിലൻ, വിഷ്വൽസൊക്കെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കാനൊക്കെ തോന്നില്ലേ. പക്ഷേ ഞാനത് ചെയ്യില്ല, അങ്ങനെ തോന്നും. ഭയങ്കര കിടിലൻ സാധനം. ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ആക്കില്ലേ, OTT ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നമുക്കങ്ങനെ ആക്കാൻ നമ്മളെ തോന്നിപ്പിക്കൂലേ. അങ്ങനത്തെ കുറേ കിടിലൻ സീനൊക്കെ ഉണ്ട് ഇതിൽ. ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഈ ഒരു സെക്കൻഡ് ഹാഫാണ്. അത് ഇച്ചിരി ഒന്ന് എന്താ പറയുക, എനിക്ക് ഇങ്ങനെ അയ്യോ ഇത് ഇത്ര വേണോ എന്നൊക്കെ തോന്നി. പക്ഷേ കുഴപ്പമില്ല, അത് വിചാരിച്ചിട്ട് നിങ്ങളിത് കാണാതെ ഇരിക്കരുത്. കാരണം ഞാൻ ബാക്കി പടം കണ്ട് ബാൻഡ്ര കണ്ടിട്ട് എനിക്ക് പേഴ്സണലി
എത്രയോ ഫാർ ഭയങ്കര ബെറ്ററായിട്ട് ഇത് തോന്നി. രണ്ടും ഒരേ ഒരു ലൈനിലാണ് പോകുന്നത്, രണ്ടും ഒരു പടം എടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇത് പടം എടുക്കുമ്പോഴല്ലോ, പടം എടുക്കുകയാണ് അതിലത്തെ സ്റ്റോറിയില്ലേ, ആ പടം എടുക്കുന്ന ആ സ്റ്റോറി അത് നമ്മളെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും, ഭയങ്കര അടിപൊളിയായിട്ട് ക്യാച്ച് ചെയ്യും. ബാൻഡ്രാൻഡ് ഞാൻ ഭയങ്കര ചർച്ചയായി. കാരണം നമ്മളൊരു അഭിപ്രായം പറഞ്ഞിട്ട് എന്തൊരു സ്വഭാവം ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. എന്താ പറയുക, നമ്മളൊരു അഭിപ്രായം പറഞ്ഞിട്ട് അതിനെല്ലാവരും കൂടി, അതായത് നമുക്കെന്തായാലും തെറ്റുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വരാം, നിങ്ങൾ മോശം വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ശരിയാണല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം തെറ്റുണ്ട്, അപ്പോൾ അവർക്ക് അത് ഇഷ്ടമായില്ല. കാരണം നിങ്ങളിത് വാച്ച് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങളിത് വാച്ച് ചെയ്യണം, നിങ്ങൾ വാച്ച് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള, എനിക്ക് മാറ്റാൻ പറ്റിയ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ, അതായത് ലീഗലായിട്ട് അല്ലെങ്കിൽ നല്ല രീതി, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സുഖമില്ലായ്മ, അതായത് നിങ്ങൾക്ക് കാണാൻ ഒരു സുഖമില്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമ്പോൾ ഞാനത് മാറ്റാൻ ശ്രമിക്കും. അല്ലാതെ ഞാൻ നിങ്ങളിത് കണ്ടാൽ മതി അങ്ങനെ വിചാരിക്കുക, അങ്ങനെയല്ല. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം അത് എന്താ പറയുക, അത് സ്വീകരിക്കാൻ ശ്രമിക്കുക. എന്തായാലും വളരെ മോശമായിപ്പോയി അവർ ചെയ്ത്, വളരെ മോശമായിപ്പോയി ആരാണെങ്കിലും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏത് റിവ്യൂ ഇങ്ങനെ ഇവർ ചെയ്തതിൻ്റെ അല്ല, ജിഗർതാണ്ട ഡബിൾ എങ്ങനെയുണ്ട് കണ്ടിട്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാൽ അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഇയറിൽ വേറെ ഏതാ ഞാൻ കണ്ടിന്യൂ പഠിച്ചോനെ ഭയങ്കര ഇടലായിട്ട് തോന്നിയത് ഇത് തന്നെ, അടിപൊളി, മസ്റ്റ് വാച്ച്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.